ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ +2 കഴിഞ്ഞിരിക്കുന്ന സമയമാണ് അല്ലേ. +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് ഇപ്പോൾ ഓട്ടോമാറ്റിക് പല കോഴ്സിനെ കുറിച്ച് അന്വേഷിക്കും നമ്മൾ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കേൾക്കുന്ന പേരാണ് DLED അഥവാ പണ്ടത്തെ TTC എടുത്താലോ നിങ്ങൾക്ക് ടീച്ചർ ആവാലോ എന്നുള്ളൊരു ആലോചനയൊക്കെ വരാറുണ്ട്, അല്ലെങ്കിൽ പലരും അത് സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കുട്ടികൾ ആദ്യം അറിയേണ്ടത് എന്താണ് TTC എന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ട് വേണം ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് TTC അല്ലെങ്കിൽ അഥവാ DLED എന്ന് പറയുന്നത് 2 വർഷത്തെ കോഴ്സാണ്. ഈ 2 വർഷത്തിൽ നിങ്ങൾക്ക് 4 സെമ്മാണ് ഉണ്ടാവുക. ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്കൊരു 100 ദിവസം ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. ഓക്കെ, ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്കൂൾ ലെവലിൽ പോവുക, സ്കൂൾ ലെവലിൽ പോയിട്ട് അവിടെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ് ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് സെമ്മ് വരുമ്പോൾ നമുക്ക് 5 ഡേയ്സ് ഇൻറ്റേൺഷിപ്പാണ് വരുന്നത്. ഈ ഇൻറ്റേൺഷിപ്പിൽ നമ്മൾ LP സെക്ഷനിലാണ് പോകുന്നത്. LP സെക്ഷനിൽ പോയി അവിടുത്തെ അധ്യാപകരുടെ സഹായത്തോടു കൂടി നമ്മൾ കുറച്ച് ടൂൾസ് പ്രിപ്പയർ ചെയ്തിട്ട്, ടൂൾസ് എന്ന് പറയുമ്പോൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പല ക്വസ്റ്റ്യനേഴ്സ് ആവാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ആവാം, അല്ലെങ്കിൽ ICT മുഖാന്തരമുള്ള പ്രസൻറ്റേഷൻസ് ആവാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ടൂൾസ് പ്രിപ്പയർ ചെയ്തിട്ട് 10 സബ്ജക്റ്റിലും 10 ടൂൾ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ LP സെക്ഷനിൽ പോകുന്നു. ദെൻ അവിടെ ഒരു 5 ഡേയ്സ് ഒരു ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നെ അതിന് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ദെൻ അതിൻ്റെ കൂടെ തന്നെ വർക്ക് ഡയറി. നമുക്ക് പഠിക്കാനുള്ളത് 10 സബ്ജക്റ്റാണ്. നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് സെമ്മിൽ പഠിക്കാനുള്ള 9 സബ്ജക്റ്റാണ്. ഈ 9 സബ്ജക്റ്റിലും നമ്മൾ 9 വർക്ക് ഡയറി എന്ന് പറയുമ്പോൾ അതിൽ ആക്ടിവിറ്റീസ്, ഒരു ടെക്സ്റ്റ് ബുക്കിൽ ആക്ടിവിറ്റീസും കീ നോട്ട്സും എല്ലാം ഉൾപ്പെടുന്നതാണ് വർക്ക് ഡയറി എന്ന് പറയുന്നത്. അതൊക്കെ പ്രിപ്പയർ ചെയ്യണം. ഫസ്റ്റ് സെമ്മിൽ നമ്മൾ ഒരുപാട് ഡേയ്സ് സെലിബ്രേഷൻസ് വരാറുണ്ട്. ആ ഡേ സെലിബ്രേഷൻസ് സെലിബ്രേറ്റ് ചെയ്യുക, അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ദെൻ സെക്കൻഡ് സെമ്മ് വരുമ്പോൾ ഇതേപോലെ 5 ഡേയ്സ് UP ഇൻറ്റേൺഷിപ്പ് വരാറുണ്ട്. UP ഇൻറ്റേൺഷിപ്പിൽ ഇതേപോലെ നമ്മൾ 10 സബ്ജക്റ്റ് ഉണ്ട്. 10 സബ്ജക്റ്റിൻ്റെ ടൂൾസ് പ്രിപ്പയർ ചെയ്യുക, സ്കൂളിൽ പോവുക, 5 ഡേയ്സ് നമ്മൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യാറുണ്ട്. പിന്നെ അവിടുത്തെ കാര്യങ്ങൾ ഇൻറ്റേൺഷിപ്പ് ആ ഒരു 5 ദിവസം LP, 5 ദിവസം UP കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ കാര്യങ്ങൾ ഏകദേശം നല്ല രീതിയിൽ മനസ്സിലാക്കുക. സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ, ടീച്ചേഴ്സ് എങ്ങനെയാണ് സ്റ്റുഡൻസുമായി ഇൻറ്ററാക്ട് ചെയ്യുന്നത്, നിങ്ങൾ അവിടെ പോയി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടി വരിക, എങ്ങനെയെല്ലാം സ്റ്റുഡൻസിനെ പഠിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൽ നിങ്ങൾ പഠിക്കേണ്ടി വരിക. ദെൻ ഈ സെക്കൻഡ് സെമ്മ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 ദിവസത്തെ നമുക്കൊരു ക്യാമ്പ് വരുന്നുണ്ട്. അപ്പോൾ ഈ ക്യാമ്പ് നമ്മളുടെ ക്യാമ്പസിനുള്ളിൽ വെച്ചിട്ടാണ്, സ്റ്റേ ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്യാമ്പ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഈ ക്യാമ്പിൻ്റെ എല്ലാ A to Z കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യേണ്ടത് സ്റ്റുഡൻസ് തന്നെയാണ്. ദെൻ പിന്നെ വരുന്നത് ഒരു മിനിമം 3 ഡേയ്സിൻ്റെ ഒരു ടൂർ വരുന്നുണ്ട്. അത് കമ്പൽസറിയാണ്. അതും സ്റ്റുഡൻസ് തന്നെയാണ്, നിങ്ങൾ തന്നെയാണ് അത്, സ്റ്റുഡൻസ് തന്നെയാണ് അത് കോർഡിനേറ്റ് ചെയ്യേണ്ടത്. ദെൻ ഒരു വൺ ഡേ ട്രിപ്പ് പോലെ, 1 ഡേ ഫീൽഡ് വിസിറ്റ് പോലെ അത് വരുന്നുണ്ട്. നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു പ്ലേസിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണ് അതിൽ ചെയ്യേണ്ടത്. അങ്ങനെ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ, അതായത് സെക്കൻഡ് സെമ്മോട് കൂടിയിട്ട് നിങ്ങൾക്കൊരു കമ്മീഷൻ വരും. ഡയറ്റിലെ കുറച്ച് ബോർഡ് മെമ്പേഴ്സ് ചേർന്നിട്ട് കമ്മീഷൻ, നിങ്ങൾ ചെയ്ത എല്ലാ വർക്ക് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയി ചെക്ക് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു കമ്മീഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ട് DLEDൻ്റെ ഫസ്റ്റ് ഇയറിൽ വരുന്നത്. സെക്കൻഡ് ഇയറിലേക്ക് നിങ്ങൾ കടക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസിനൊക്കെ കൂടുതൽ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പാണ് വരുന്നത്. തേർഡ് സെമ്മിൽ നിങ്ങൾക്ക് 45 ഡേയ്സ് LP സെക്ഷൻ ഇൻറ്റേൺഷിപ്പാണ്. അപ്പം നിങ്ങളവിടെ ടീച്ചിങ് മാനുവൽ പ്രിപ്പയർ ചെയ്യണം. അത് പോയിട്ട് നിങ്ങൾ അത് പ്രകാരം നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ നിന്ന് നിങ്ങൾ എടുക്കേണ്ട ടോപ്പിക്സ് നിങ്ങൾക്ക് ആദ്യം തരും. ആ ടോപ്പിക്സ് വെച്ചുള്ള പ്രിപ്പയർ ചെയ്യുക. അത് പ്രകാരം നിങ്ങൾ പോവുക, ക്ലാസ് എടുക്കുക. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ കോളേജുകളിൽ വെച്ചിട്ട് ഡെമോ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ക്രിറ്റിസിസം ക്ലാസ്, ഡെമോ ക്ലാസ് എന്ന് പറയുമ്പോൾ ഈ തയ്യാറെടുപ്പിൻ്റെ ആദ്യഘട്ടമാണ്. നിങ്ങൾ അടുത്തുള്ള ഒരു LP സ്കൂളിൽ പോയിട്ട് അവിടെ വിദഗ്ധ അധ്യാപകർ, അവിടുത്തെ അധ്യാപകർ ഓരോ സബ്ജക്റ്റും എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക, അവരുടെ ക്ലാസ്സസ് അവിടെ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് ആദ്യം മനസ്സിലാക്കും. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് പറഞ്ഞാൽ ക്രിറ്റിസിസം ക്ലാസ്സാണ്. നിങ്ങൾക്ക് തന്നിട്ടുള്ള ടോപ്പിക്കിൽ നിങ്ങളൊരു TM പ്രിപ്പയർ ചെയ്യുക. TM എന്ന് പറയുമ്പോൾ ഒരു പ്ലാനിങ് ആണ്, എങ്ങനെയാണ് നിങ്ങൾ ക്ലാസ് എടുക്കേണ്ട പ്ലാനിങ് ആണ് ടീച്ചിങ് മാനുവൽ എന്ന് പറയുന്നത്. ഈ TM നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ സഹപാഠികളുടെ മുമ്പിൽ നിങ്ങൾ ക്ലാസ്സസ് എടുക്കുമ്പോൾ ആ സഹപാഠികളും ടീച്ചേഴ്സും ചെയ്ത് നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യും. അതായത് നിങ്ങളുടെ ക്ലാസ്സിൽ ഇനി നിങ്ങൾ എന്തെല്ലാം ഇമ്പ്രൂവ് ചെയ്യണം, എന്തെല്ലാം പുതിയ ഐഡിയാസ് കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവരവിടെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ക്രിറ്റിസിസം ക്ലാസ് എന്ന് പറയുന്നത്. ഇതും കഴിഞ്ഞ് നിങ്ങൾ TM പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എങ്ങോട്ട് പോകുന്നത്, സ്കൂളിൽ പോയി 45 ഡേയ്സ് ക്ലാസ്സസ് എടുക്കുന്നത്. ഇവിടെ തേർഡ് സെമ്മിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിൽ അവൈലബിൾ ആയ ക്ലാസ്സസ് വളരെ കുറവായിരിക്കും. കാരണം നിങ്ങൾ 45 ഡേയ്സ് നിങ്ങൾ LP ഇൻറ്റേൺഷിപ്പിലായിരിക്കും. ദെൻ
ഫോർത്ത് സെമ്മിലേക്ക് വരുമ്പോൾ സെയിം ആണ് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഫോർത്ത് സെമ്മ് വരുമ്പോൾ നിങ്ങൾക്ക് 45 ഡേയ്സ് യു പി ഇൻറ്റേൺഷിപ്പാണ് വരുന്നത്. ഈ യു പി ഇൻറ്റേൺഷിപ്പിൻ്റെ മുമ്പിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡെമോ ക്ലാസ് വയ്ക്കുന്നുണ്ട്, ക്രിറ്റിസിസം ക്ലാസ് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, TM പ്രിപ്പയർ ചെയ്ത് യു പിയിൽ പോയിട്ട് 45 ഡേയ്സ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഫോർത്ത് സെമ്മ് ലാസ്റ്റ് കഴിയുമ്പോഴാണ് നമുക്കൊരു കമ്മീഷൻ വരുന്നുണ്ട്. സെക്കൻഡ് സെമ്മിൽ വന്ന പോലെ ഫോർത്ത് സെമ്മിൽ നിങ്ങൾ കമ്മീഷൻ വരുന്നുണ്ട്. ഈ കമ്മീഷൻ ബോർഡ് അംഗങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സെലക്ട് ചെയ്ത കുറച്ച് കുട്ടികളെ ആ ഒരു ഫോർത്ത് സെമ്മിലാണ് ക്ലാസ് എടുപ്പിക്കുക. ഓക്കെ, സെലക്ട് ചെയ്ത കുറച്ച് പേര് ക്ലാസ് എടുപ്പിക്കും. നിങ്ങളുടെ വർക്കുകൾ ഡീറ്റെയിൽ ആയി നോക്കും. നിങ്ങളുടെ യൂണിറ്റ് ടെസ്റ്റ്, 2 യൂണിറ്റ് ടെസ്റ്റിന് ആൻസർ ഷീറ്റ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതെല്ലാം ചെക്ക് ചെയ്യും. നിങ്ങളുടെ വർക്ക് ഡയറി ചെക്ക് ചെയ്യും. നിങ്ങൾ ചെയ്തിട്ടുള്ള മോഡൽസ്, കാര്യങ്ങൾ, വർക്ക് കാര്യങ്ങളെല്ലാം അവിടെ A to Z കാര്യങ്ങൾ അവിടെ ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് DLED കോഴ്സിന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ മലയാളം മീഡിയം ആണെങ്കിൽ ഫുൾ സബ്ജക്ട്സ് മലയാളത്തിലായിരിക്കും, ഇംഗ്ലീഷ് അടക്കി ബാക്കിയെല്ലാം മലയാളത്തിലായിരിക്കും. പിന്നെ സെക്കൻഡ് സെമ്മിൽ വരുമ്പോൾ നിങ്ങൾക്കൊരു ICTയുടെ പ്രാക്ടിക്കൽ എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ കുട്ടികൾക്ക് ഈസി ആയിട്ട് മുന്നേറാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു TTCക്ക് നിങ്ങളൊരു TTC കോഴ്സിൽ നിങ്ങൾ ചേരുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട മെയിൻ ബേസിക് കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് DLEDനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. താങ്ക് യു.